നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഫേസ്ബുക്കിലൂടെ രൂക്ഷ വിമർശനം ഉന്നയിച്ച എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സ്വന്തം അണികളിൽ നിന്നും സമുദായ അംഗങ്ങളിൽ നിന്നും കനത്ത തിരിച്ചടി. വി.ഡി. സതീശൻ എസ്.എൻ.ഡി.പി യോഗത്തെ അധിക്ഷേപിക്കുന്നുവെന്ന വെള്ളാപ്പള്ളിയുടെ വാദത്തെ തള്ളിക്കൊണ്ടാണ് ഭൂരിഭാഗം കമന്റുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ വിമർശിക്കുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെയും രാഷ്ട്രീയ നിലപാടുകളെയുമാണ്, അല്ലാതെ എസ്.എൻ.ഡി.പി എന്ന പ്രസ്ഥാനത്തെ അല്ല എന്നാണ് കമന്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ പോസ്റ്റ് ഇപ്രകാരമായിരുന്നു: പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എസ്.എൻ.ഡി.പി യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണം. സവർണ ഫ്യൂഡൽ മാടമ്പി മാനസികാവസ്ഥയാണ് സതീശന്റേത്. എല്ലാ മത സാമുദായിക സംഘടനകളെയും നേരിട്ടും അല്ലാതെയും ആക്ഷേപിക്കുന്ന നിലപാടാണ് സതീശൻ സ്വീകരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിലൂന്നി രാജ്യം മുഴുവൻ പ്രചരണം നടത്തുന്ന ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ പ്രതിനിധിയായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെയും അറിവോടെയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വ്യക്തമാകണം. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അധികാരത്തിലുൾപ്പെടെ അർഹമായ നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ രാഹുൽ ഗാന്ധിയെ സതീശൻ വെല്ലുവിളിക്കുകയല്ലേ ഇതിലൂടെ ചെയ്യുന്നത്? ശ്രീനാരായണ ഗുരുദേവ തൃക്കരങ്ങളാൽ സ്ഥാപിതമായ എസ്.എൻ.ഡി.പി യോഗത്തെ മാത്രമല്ല, ഗുരുദേവ ദർശനങ്ങളെ കൂടിയാണ് സതീശൻ ആക്ഷേപിക്കുന്നത്. ഇത് ആദ്യമായല്ല സതീശൻ എസ്.എൻ.ഡി.പി യോഗത്തെ ആക്ഷേപിക്കുന്നത്. പറവൂരിൽ ഉൾപ്പെടെ ഈഴവ സമുദായത്തിന്റെ പിന്തുണ മറന്നുകൊണ്ടാണ് സതീശന്റെ നീക്കങ്ങൾ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ തുടച്ചു നീക്കിയ ഉച്ചനീചത്വത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും കാലത്തേക്ക് കേരളത്തെ തിരികെ കൊണ്ടുപോകാനുള്ള സതീശന്റെ ശ്രമം. സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങിയില്ലെന്ന് വീമ്പിളക്കുന്ന സതീശൻ NSS ആസ്ഥാനത്ത് 1.5 മണിക്കൂർ തിണ്ണ നിരങ്ങിയ കഥ പുറത്തു വന്നു കഴിഞ്ഞു. കൊച്ചിയിൽ സീറോ മലബാർ സഭയുടെ സിനഡ് നടന്നപ്പോൾ അവിടെ മറ്റൊരു കാറിൽ ആരുമറിയാതെ സതീശൻ പോയത് എന്തിനാണെന്നും വെളിപ്പെടുത്തണം. ആരുമറിയാതെ തിണ്ണ നിരങ്ങുന്ന സതീശന്റെ ഇരട്ട മുഖമാണിത്. എസ്.എൻ.ഡി.പി യോഗത്തെ ആക്ഷേപിക്കുന്ന സതീശൻ ശിവഗിരിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ എന്തുകൊണ്ട് ഇതേ നിലപാട് സ്വീകരിച്ചില്ല? അത് സതീശന്റെ പ്രീണന നയവും ഇരട്ടത്താപ്പുമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എസ്.എൻ.ഡി.പി യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണം. ഇതാണ് വെള്ളാപ്പള്ളിയുടെ പോസ്റ്റ്. ഇതിന് താഴെ സമുദായത്തിലെ അംഗങ്ങൾ തന്നെ വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ചുകൊണ്ട് നിരവധി കമന്റുകളാണ് ഇടുന്നത്. അവയൊന്ന് പരിശോധിക്കാം. ബഹുമാന്യനായ സുകുമാർ അഴീക്കോട് പറഞ്ഞതുപോലെ എസ്.എൻ.ഡി.പി എന്ന നന്മമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വിഷപ്പാമ്പാണ് താങ്കൾ. സതീശൻ എസ്.എൻ.ഡി.പിയെ ശ്രീനാരായണ പ്രസ്ഥാനത്തെയോ അല്ല വിമർശിക്കുന്നത്, താങ്കളുടെ വർഗീയതയാണ് ആക്ഷേപിക്കുന്നത്. എസ്.എൻ.ഡി.പി നല്ലൊരു പ്രസ്ഥാനമാണ്. അതിന്റെ നേതാവ് പച്ച വർഗീയത പറയുന്നത് കാണുമ്പോൾ ഒരാളെങ്കിലും അയാൾക്കെതിരെ പറയണ്ടേ? അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആരാണോ വർഗീയത പറഞ്ഞത് അയാൾക്കെതിരെ മാത്രം പറഞ്ഞു, ആ പ്രസ്ഥാനത്തെ ഒന്നും പറഞ്ഞില്ല. ദേശീയ നേതൃത്വവും ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്. വെറുതെ ഇവരെയും കൊണ്ട് നിങ്ങൾക്കെതിരെ പറയിപ്പിക്കുന്ന എന്തിനാണ്? ഇലക്ഷൻ കഴിഞ്ഞാൽ CPM ഇത് തന്നെയാണ് പറയുക. താങ്കൾക്കെതിരെ മാത്രം പറയും, എസ്.എൻ.ഡി.പിക്കെതിരെ ഒന്നും പറയില്ല. അത് അറിയാവുന്നവരാണ് കേരള ജനത എന്നാണ് ഒരു കമന്റ്. മറ്റൊരു കമന്റിൽ ഞാൻ അടങ്ങുന്ന എസ്.എൻ.ഡി.പി അല്ല വി.ഡി. സതീശൻ വിമർശിക്കുന്നത്, വായെടുത്താൽ വർഗീയത പറയുന്ന താങ്കളുടെ ഗുരുനിന്ദയാണ്. മറ്റൊരു കമന്റിൽ ആദ്യം താങ്കൾ വി.ഡി. സതീശനെ പരിഹസിക്കുന്നത് അവസാനിപ്പിക്കുക എന്നും എഴുതിയിട്ടുണ്ട്. എസ്.എൻ.ഡി.പി യോഗത്തെ ഒന്നും തന്നെ പറഞ്ഞില്ല. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന അങ്ങയുടെ നിലപാടിനെ വിമർശിച്ചിട്ടുണ്ട്. വർഗീയത ആര് പറഞ്ഞാലും അതിനെ എതിർക്കും, അത് പാർട്ടി നിലപാടാണെന്നും കമന്റുകളുണ്ട്. മറ്റൊരു കമന്റിൽ ആത്മാർത്ഥതയോടെയുള്ള പ്രസ്താവനയാണെങ്കിൽ, അല്ലാതെ പിണറായി ഭരണത്തെ ഇനിയും തുടരാൻ വേണ്ടിയുള്ള മൂന്നാംകിട തറക്കളിയാണെങ്കിൽ ദയവ് ചെയ്ത് ഇത് ശ്രദ്ധിക്കൂ. നല്ല പ്രായമായില്ലേ? എപ്പോഴാണ് മരണമെന്നറിയില്ല. മരണസമയത്ത് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സമാധാനവും കിട്ടാതെ ആത്മാവ് യാത്രയാകേണ്ടി വരും. മരിച്ചു കഴിഞ്ഞാൽ പോലും ജനം നല്ലത് പറയില്ല. ജനങ്ങളുടെ പ്രാക്ക് മേടിച്ച് ഗതി കിട്ടാതെ മരിക്കണോ? ശബരിമല അയ്യപ്പനോട് പിണറായി സർക്കാർ കാണിച്ച നെറുകേട് അത് ആ പാർട്ടിക്കാർ അനുഭവിച്ചാൽ പോരെ? താങ്കളും എൻ്റെ ഷെയർ മേടിക്കണോ എന്നുള്ള കമന്റുകളും ഇത്തരത്തിൽ നിരവധി വിദ്വേഷ കമന്റുകളാണ് വെള്ളാപ്പള്ളിയുടെ പോസ്റ്റിന് താഴെ വരുന്നത്. സമുദായത്തിന്റെ പേര് പറഞ്ഞ് സ്വന്തം വീഴ്ചകളെ ന്യായീകരിക്കാൻ ശ്രമിക്കരുതെന്നാണ് ഭൂരിഭാഗം പേരുടെ അഭിപ്രായം. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം നടത്തുന്ന വർഗീയ പരാമർശങ്ങൾ സമുദായത്തിന് മൊത്തത്തിൽ അപമാനമുണ്ടാക്കുമെന്നും അണികൾ കുറിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രീതിപ്പെടുത്താനും LDF സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കാനുമാണ് വെള്ളാപ്പള്ളി പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന ആരോപണം ശക്തമാണ്. ശബരിമല വിഷയത്തിലടക്കം സർക്കാരിനെ സഹായിച്ച നിലപാടുകളെ പലരും രൂക്ഷമായി വിമർശിക്കുന്നു. എസ്.എൻ.ഡി.പി യോഗത്തെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാൻ പുതിയ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കേണ്ടത് അംഗങ്ങളുടെ ബാധ്യതയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ വിരമിക്കേണ്ട പ്രായമായെന്നും ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനോ നിലപാടുകൾക്കോ എസ്.എൻ.ഡി.പി അംഗങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുകയാണ്.